അതിജീവനത്തിന്റെ പാതയിലാണ് ചൂരൽമലയിലെ കട ഉടമകൾ. ഉരുൾപൊട്ടലിൽ നശിച്ച കടകൾ വീണ്ടും തുറന്നപ്പോൾ വലിയ പ്രതീക്ഷയിലാണ് കട ഉടമകളുള്ളത്. എന്നാൽ സർക്കാരിൽ നിന്നും കൂടുതൽ സഹായം വേണമെന്നാണ് ഇവരുടെ ആവശ്യം. സന്നദ്ധ സംഘടനകൾ നൽകിയ സഹായത്താലാണ് നാളുകൾക്ക് മുൻപ് കടകൾ പുനരാരംഭിച്ചത്. മുഹമ്മദ് അലിയുടെ പലചരക്ക് കടയും ബഷീറിന്റെ ചായക്കടയുമാണ് ഇവിടെ തുറന്നത്. ബഷീറിന്റെ ചായക്കട പൂർണ്ണമായും നശിച്ചിരുന്നു. വീണ്ടും കട പ്രവർത്തിക്കുമ്പോൾ വലിയ പ്രതീക്ഷയാണ് ബഷീറിനുള്ളത്. അന്നത്തേനെക്കാട്ടി കുറെ മാറ്റങ്ങളുണ്ട്. പക്ഷെ ജനങ്ങൾ ഓരോരുത്തരായി വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ പരിപൂർണമായിട്ടും അങ്ങോട്ട് ലെവലായിട്ടില്ല. അതായത് ഇപ്പോൾ സ്ഥിതി ഉണ്ടെങ്കിൽ നമ്മളെ കച്ചവടത്തിൻ്റെ സ്ഥിതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വന്നു പോകുന്നവർ ചായയും വെള്ളവുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. അതല്ലാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാനല്ല നമ്മളെ കാര്യം വിഷമം തന്നെയാണ്. തങ്ങളുടെ കടയിൽ കയറിയ പലരും ഇന്ന് ജീവനോടെയില്ല. മറ്റുള്ളവരാകട്ടെ താമസവും മാറി. ഇനി പ്രതീക്ഷ ടൂറിസ്റ്റുകളെയാണ്. എന്നാൽ ടൂറിസ്റ്റ് മേഖല കൂടി തകർന്നതോടെ പ്രതിസന്ധിയിലാണിവർ. ടൂറിസ്റ്റ് മേഖല തകർന്നത് പ്രദേശത്ത് മാത്രമല്ല, വയനാടിനെ ഒന്നാകെ ബാധിച്ചു. ഇത് വയനാട് പോയി എന്ന് പറഞ്ഞതിനെ കൊണ്ട് ടൂറിസ്റ്റുകളൊന്നും വയനാട്ടിൽ കയറാണ്ടേ, മറ്റുള്ള മേഖലയിൽ നിന്ന് സാധനങ്ങൾ വരാണ്ടേ, ഇതൊക്കെ പോകുന്നത് മറ്റുള്ള ഞാൻ പറഞ്ഞില്ല, ഇതിൽ ഒരുപാട് പുറകിൽ ഇതിന്റെ ആൾക്കാർ, ഈ കിട്ടുന്ന ആനുകൂല്യങ്ങൾ പറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എങ്കിലും പതിയെ അവർ തിരിച്ചു വരികയാണ് പുതിയ ജീവിതത്തിലേക്ക്. ജനം, വയനാട്.